അധികാര വടംവലികളും മാരക യുദ്ധങ്ങളും ലോകരാജ്യങ്ങൾക്കിടയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ അതിന്റെ ഭീകരമായിട്ടുള്ള വില കൊടുക്കേണ്ടി വരുന്നത് ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ മനുഷ്യരാണെന്ന വലിയ സത്യമാണ് ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ നിന്നും വരുന്ന ഈ ദൃശ്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും സാമ്രാജ്യത്വ മോഹങ്ങൾക്കും വേണ്ടി ഉണ്ടാകുന്ന യുദ്ധങ്ങൾ എത്രത്തോളം നിരർത്ഥകമാണെന്ന് തെളിയിക്കുന്നതാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ വിലാപയാത്രയിലെ ആ കാഴ്ച. അവിടെ 86-കാരനായ ഒരു ഭരണാധികാരിയുടെ ശവമഞ്ചത്തിനൊപ്പം ലോകത്തിന്റെ കരളലിയിക്കുന്ന മറ്റൊരു ചെറിയ പെട്ടി കൂടി ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിലെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ 14 മാസം മാത്രം പ്രായമുള്ള കൊച്ചുമകളുടെ കുഞ്ഞു ശവപ്പെട്ടി. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ കടുത്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെടുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പതാക പുതപ്പിച്ച് മുകളിൽ കറുത്ത തലപ്പാവും വെച്ച ഖൊമേനിയുടെ ശവമഞ്ചം ഔദ്യോഗിക ചടങ്ങുകൾക്കായി ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനരികിലായി വെച്ച ആ കുഞ്ഞു പെട്ടിയും അതിന് മുകളിലുള്ള ചിത്രവും അവിടെ തടിച്ചുകൂടിയ കോടിക്കണക്കിന് മനുഷ്യരുടെ കണ്ണുകളെയാണ് ഈറനണിയിച്ചത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന പൊതു സംസ്കാര ചടങ്ങുകൾക്കായി ഖൊമേനിയുടെ മൃതദേഹം വെള്ളിയാഴ്ചയാണ് ടെഹ്റാനിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിലായി 1.5 കോടി മുതൽ 2 കോടി വരെ ജനങ്ങൾ ഈ വിലാപയാത്രയിൽ പങ്കുചേരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പ്രതികാരത്തിന്റെ പ്രതീകമായ ചുവന്ന ബാനറുകളേന്തി ആയിരങ്ങൾ അവിടെ അമേരിക്കയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിലും ആ കുഞ്ഞു ശവപ്പെട്ടി അവശേഷിപ്പിക്കുന്ന ശൂന്യതയ്ക്ക് മുന്നിൽ ആ മുദ്രാവാക്യങ്ങൾ പോലും നിഷ്പ്രഭമായി മുറിഞ്ഞു വീഴുകയാണ്. ഈ ദുരന്തം വിരൽ ചൂണ്ടുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ചില കടുത്ത യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. പാശ്ചാത്യ ലോകത്തോടും ജൂതരാഷ്ട്രത്തോടുമുള്ള മതപരമായിട്ടുള്ള അന്ധതയാണ് ഇറാന്റെ ഭരണാധികാരികളെ നയിക്കുന്നതെങ്കിൽ മറുവശത്ത് അമേരിക്കയെ നയിക്കുന്നത് തങ്ങളുടെ അധിനിവേശ മോഹങ്ങളും ഒടുങ്ങാത്ത എണ്ണക്കൊതിയുമാണ്. അതേസമയം തങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമായിട്ടാണ് ഇസ്രയേൽ ഈ യുദ്ധത്തിനെ കാണുന്നത്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫും പുതിയ IRGC മേധാവി അഹമ്മദ് വാഹിദിയും ഉൾപ്പെടെയുള്ള ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമൊക്കെ വെള്ളിയാഴ്ച ചടങ്ങുകളിൽ സങ്കടം നിയന്ത്രിക്കാനാവാതെ കണ്ണീരടിഞ്ഞു. ബീഹാർ ഗവർണർ സയ്യിദ് അദാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയുമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. ടെഹ്റാനിലെയും കോമിലെയും ചടങ്ങുകൾക്ക് ശേഷം അയൽരാജ്യമായ ഇറാഖിലെ പുണ്യനഗരങ്ങളിലൂടെയും വിലാപയാത്ര കടന്നുപോകും. ഒടുവിൽ വടക്ക് കിഴക്കൻ ഇറാനിലെ ഖൊമേനിയുടെ ജന്മനാടായ മഷാദിലാണ് ഖബറടക്കം നടക്കുക. പക്ഷേ ഈ വിലാപയാത്രകൾക്കും രാഷ്ട്രീയ പ്രതികാരങ്ങൾക്കും ഈ കുഞ്ഞിന്റെ ജീവൻ തിരികെ നൽകാൻ കഴിയില്ല. അമേരിക്ക എന്ത് തന്നെ നഷ്ടപരിഹാരം നൽകിയാലും യുദ്ധത്തിന്റെ ആദ്യ ദിവസം ഇറാനിൽ കൊല്ലപ്പെട്ട 160 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ തിരികെ കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പിഴവ് എന്ന് പറഞ്ഞ് കൈ കഴുകാമെങ്കിലും മനുഷ്യ മനസാക്ഷിയുടെ മുൻപിൽ അമേരിക്ക എന്നും കുറ്റവാളി തന്നെയായിരിക്കും. യുദ്ധങ്ങൾ എപ്പോഴും സംഭവിക്കുന്നത് മനുഷ്യന്റെ മനസ്സുകളിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ശാശ്വതമായിട്ടുള്ള പരിഹാരം തേടേണ്ടതും മനുഷ്യ മനസ്സുകളിൽ തന്നെയാണ്. അവിടെ പരിഹാരം കാണാതെ ആഭ്യന്തര അന്തർദേശീയ രാഷ്ട്രീയത്തിലുള്ള തർക്കങ്ങളുടെ പേരിൽ മിസൈലുകളും ഡ്രോണുകളും അയക്കുമ്പോൾ പകരമായി നൽകേണ്ടി വരുന്നത് ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് നിഷ്കളങ്ക ബാല്യങ്ങളെയാണ്. ഇതുപോലെ ഒട്ടനേകം കുഞ്ഞു ശവപ്പെട്ടികൾ ഇസ്രയേലിൽ കാണാത്തത് അവിടെ അവർക്ക് ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. കടലിനക്കരെ ആയതുകൊണ്ട് ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് അമേരിക്കൻ പൗരന്മാർ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അമേരിക്കൻ സൈനിക ബേസുകൾ ഉള്ളതുകൊണ്ട് മാത്രം എത്ര നിരപരാധികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ടത്. പക്ഷേ പശ്ചിമേഷ്യയിൽ ഒരു കാലത്തും ജൂതന്മാരെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് മതപരമായ ഒരു അന്ധത മൂലം പ്രതിജ്ഞ എടുത്തവരെ എന്തു പറഞ്ഞു മനസ്സിലാക്കാനാണ്? അതുകൊണ്ടാണ് ഇറാനിൽ ഒരു ഭരണമാറ്റമാണ് വേണ്ടതെന്ന് ഇസ്രയേൽ ആഗ്രഹിച്ചത്. പക്ഷെ അമേരിക്കയ്ക്ക് ഇറാനിൽ ഉണ്ടായിരുന്ന താല്പര്യങ്ങൾ മറ്റു പലതുമായിരുന്നു. അവരുടെ കച്ചവട കണ്ണായിരുന്നു അവർക്കവിടെ പ്രധാനം. നമുക്ക് ഇരുഭാഗത്തും ന്യായങ്ങൾ പറയാം. ഒരാൾ മാത്രമാണ് ശരിയെന്നും മറ്റേയാൾ പൂർണ്ണമായും തിന്മയാണെന്നും ഒക്കെ വാദിക്കാം. പക്ഷേ വാസ്തവത്തിൽ യുദ്ധത്തിന് മതമില്ല, ന്യായങ്ങളുമില്ല. അതിന് മരണത്തിന്റെ കറുത്ത നിറം മാത്രമാണുള്ളതെന്ന ദാർശനികമായിട്ടുള്ള തിരിച്ചറിവാണ് ലോകത്തെ കരയിപ്പിക്കുന്ന ഈ കുഞ്ഞുപെട്ടി നമുക്ക് മുന്നിൽ അവശേഷിപ്പിക്കുന്നത്. അയൽക്കാരന്റെ ജാതിയും മതവും നോക്കി അവനെ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്ന മനുഷ്യരുള്ള ലോകത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനവും സാഹോദര്യവും ഉണ്ടാകുന്ന ഒരു കാലം ഒരു വിദൂര സ്വപ്നമായി മാത്രം അവശേഷിക്കുന്നു.